നമസ്കാരം. പ്രധാന വാർത്തകൾ. തീവ്രവാദികളെ പോലെ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസ് കൊടിസുനിക്ക് മദ്യം കൊടുക്കുന്ന പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP. സർക്കാർ ചെലവിൽ കേരള പോലീസ് എടുക്കുന്നത് പാർട്ടി ഗുണ്ടാപ്പണി. SFI KSU സംഘർഷത്തിൽ KSU പ്രവർത്തകന്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും ഷാഫി പറമ്പിൽ. സംസ്ഥാന പോലീസ് സേനയിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട് BJP. തൃശൂർ ACP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. P. ശശിയാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. ഷൊർണൂരിൽ BJPയുടെ DYSP ഓഫീസ് മാർച്ച്. റീൽസ് വീഡിയോ ചിത്രീകരണം. ചാവക്കാട് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. പരിക്കേറ്റത് മണത്തല സ്വദേശി സൽമാൻ ഫാരിസിന്. ഫാരിസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി ചേപ്പിലക്കാട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. രാത്രി വീടുകൾക്കു സമീപം വരെ ആനകളെത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായും പരാതി. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി CI ഷാജഹാനെ സ്ഥലം മാറ്റി. നടപടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കയുടെ തീരുവ നയം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയുടെ വിത്തിടുന്നു. ചെമ്മീൻ കയറ്റുമതിക്ക് US തീരുവ വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ ചെമ്മീനിന് വിലയിടിക്കും. ചെമ്മീൻ വില പകുതിയോളം കുറഞ്ഞതായി കർഷകർ. കേരള പിറവി ദിനത്തിൽ സമര പ്രഖ്യാപനത്തിനൊരുങ്ങി കർഷക മുന്നേറ്റം. പറമ്പിക്കുളം ആളിയാർ കരാറിന്റെ കാര്യത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി വാക്കുപാലിച്ചില്ല. മന്ത്രിയായതോടെ K. കൃഷ്ണൻകുട്ടി കർഷകരെ വിസ്മരിച്ചെന്ന് കർഷക മുന്നേറ്റം മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ. എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാടിക്കോയിൽ കോടികളുടെ ക്രമക്കേടെന്ന് ആരോപണം. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിന്റെ വക്കത്തെത്തിച്ചവരെ കണ്ടെത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് പാടിക്കോ സംരക്ഷണ സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. തീവ്രവാദികളെ പോലെ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസ് കൊടിസുനിക്ക് മദ്യം കൊടുക്കുന്ന പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP. പോലീസ് പെരുമാറുന്നത് പാർട്ടി ഗുണ്ടകളെ പോലെയാണെന്നും ഷാഫി പറമ്പിൽ തൃശൂരിൽ പറഞ്ഞു. പോലീസ് യൂണിഫോം കാക്കിയാണെങ്കിലും എടുക്കുന്നത് പാർട്ടി പണിയാണെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണിയെടുക്കുകയാണ് പോലീസ്. കേരള പോലീസ് സർക്കാരിൻ്റെ ഗുണ്ടകളായി മാറി. ഷാജഹാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഒരു ഏരിയ സെക്രട്ടറിയേക്കാളും മോശമായാണ്. അല്ല, യഥാർത്ഥത്തിൽ ഈ ഷാജഹാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഏരിയ സെക്രട്ടറി പെരുമാറുന്നതിനേക്കാളും മോശമായും രാഷ്ട്രീയ പക്ഷപാതത്തോടു കൂടിയാണ് ഈ കേസുകളിലെല്ലാം പെരുമാറിയതെന്നുള്ളപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുക. ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു ചെറുപ്പക്കാരൻ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു ആദിവാസി ചെറുപ്പക്കാരനാണ്. അയാളെ മർദ്ദിച്ചതിന് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോലും പോലീസ് താല്പര്യം കാണിച്ചിട്ടില്ല. ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ കേസും കൗണ്ടർ കേസും ഉണ്ടാവാറുണ്ട്. അതിനുപോലും പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയത് ഇത്രയും ദിവസം പോലീസ് സർവേലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നു. 2-3 പോലീസുകാർ അയാളുടെ കട്ടിലും കിടക്കയിലൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ദൃശ്യങ്ങളൊക്കെ കണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ വരെ കണ്ടു. അപ്പോൾ അതിന് ഇവിടെ പോലീസിനെ പറഞ്ഞയക്കാൻ മനസ്സുള്ളവർക്ക് ആ ഒരു മർദ്ദനമേറ്റതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ സെക്കൻഡ് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് എടുത്തതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ജയിലിലുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരെ മർദ്ദിച്ച കേസിലെ പ്രതികളുണ്ട്. ജനുവരിയിലാണ് ആ സംഭവം നടന്നത്. ഇപ്പോൾ ഗണേഷ് ഉൾപ്പെടെയുള്ള KSU ഭാരവാഹികളെ ക്രൂരമായി മർദ്ദിച്ച് 23 ദിവസം അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം 30 ദിവസത്തോളം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് കയറേണ്ടി വന്നു. അങ്ങനെ 2 മാസത്തോളം ആ പരിക്കിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി എടുത്തൊരു സംഘർഷത്തിൽപ്പെട്ട പ്രതികളെ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുന്നു. അത് സ്റ്റേഷൻ ബെയിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക. SFI KSU മർദ്ദന കേസിൽ KSU പ്രവർത്തകന്റെ മൊഴി പോലും എടുത്തില്ലെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് തൃശൂർ ACP ഓഫീസിലേക്ക് BJP മാർച്ച്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൃശൂർ ACP ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. P. ശശിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ്റെ ഗുരുക്കന്മാർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്.
അവരോടൊക്കെ കേരളത്തിൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന കാര്യം തുറന്നു പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സൂചന നൽകിക്കൊണ്ട് ഞങ്ങൾ എന്തായാലും റോഡിൽ തന്നെയാണ്, ആ റോഡിലും ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്. ആ പുസ്തകം പോലീസ് അധികാരികൾ റമദാ ചന്ദ്രശേഖറാണ് DGP. റമദാ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാരൊക്കെ പല പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പോ അങ്ങ് പറയണം, കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല DGPക്ക് എന്ന് പറയാനുള്ള നട്ടെല്ലും നിവർത്തി അങ്ങോട്ട് നിന്ന് പറയണം. കേരള പോലീസിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വാറോല് കിട്ടുമ്പോൾ അതിനനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്ന് അങ്ങേപ്പോലുള്ള ആളുകൾ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിക്കണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി CI UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. SFI KSU രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത KSU നേതാക്കളെ മുഖംമൂടിയിട്ടും കൈവിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ CI ഷാജഹാന്റെ നടപടി ഏറെ വിവാദമായിരുന്നു. ഇതിനെതിരെ വൻ പ്രതിഷേധങ്ങളും ഉയർന്നു. ഇതിനിടെയാണ് ആഭ്യന്തര വകുപ്പ് CIക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജഹാനെ സ്ഥലം മാറ്റിയത്. അടിയന്തരമായി CIയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. മുഖംമൂടി ധരിപ്പിച്ച് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ച പറ്റിയെന്നാണ് കണ്ടെത്തൽ. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് SHO സ്ഥാനത്തു നിന്ന് നീക്കിയത്. പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് CPMന്റെ യൂണിയൻ നേതാക്കളായ ചില DYSPമാരാണെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്. പോലീസ് ഭീകരതയ്ക്കെതിരെ ഷൊർണൂർ DYSP ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു E. കൃഷ്ണദാസ്. കേരള പോലീസ് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരള പോലീസ്. എന്നാൽ സത്യമെന്താ, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒന്നാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ 9 വർഷത്തിൽ ഏതാണ്ട് 16 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത്. സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ 10 വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അത് നമുക്ക് ആ പട്ടിക പഠിക്കുന്ന സമയത്ത് നമുക്കൊരു 10 വട്ടം വായിച്ചാലും പിന്നീട് നമുക്ക് ആ പേരുകളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ട് വരില്ല. കാരണം അത്രയും നീണ്ട പട്ടികയാണ്. തിങ്കളാഴ്ച രാവിലെ പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണൂർ പോലീസ് സ്റ്റേഷന് സമീപം CI V. രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി പൂക്കാട്ടിരി ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, KP പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, VB മുരളീധരൻ, ജില്ലാ സെക്രട്ടറിമാരായ KV ദിവാകരൻ, P. രജിത, K. പ്രസാദ്, CS ദാസ്, സത്യഭാമ, M. മണികണ്ഠൻ,
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ഷാജി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KV വരുൺ പ്രസാദ്, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ R രഞ്ജിത്ത്, സുമേഷ്, ദിനേശ്, അഡ്വക്കേറ്റ് മനോജ്, ബിജു നെല്ലമ്പുള്ളി, സ്മിത, മനോജ് ആറാണി, കൃഷ്ണകുമാർ, സ്വരൂപ്, ഗോപകുമാർ, ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റീൽസ് വീഡിയോ ചിത്രീകരണം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഫാരിസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വലതു കൈപ്പത്തി തകർന്ന സൽമാൻ ഫാരിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാണ് ഇയാൾ ഗുണ്ട് പൊട്ടിച്ചത്. ലൈറ്റ് ഹൗസ് സന്ദർശിക്കാനാണ് സൽമാൻ ഫാരിസ് ഉൾപ്പെട്ട സംഘം മുകളിൽ കയറിയത്. ഇതിനിടയിലാണ് യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഗുണ്ട് പൊട്ടിച്ചത്. റീൽസ് വീഡിയോ ചിത്രീകരിക്കാനാണ് ഗുണ്ട കയ്യിൽ കരുതിയിരുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. സംഭവത്തെക്കുറിച്ച് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരിൽ 4 പേർ കസ്റ്റഡിയിലാണ്. ഒരാൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങുന്നതിനിടെ പ്ലാറ്റ്ഫോമിൽ വീണ് യുവതിക്ക് പരിക്ക്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. കോട്ടയം സ്വദേശിനി 25 വയസ്സുള്ള ക്രിസ്റ്റീന എന്ന യുവതിക്കാണ് ഒറ്റപ്പാലത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വീണ് പരിക്കേറ്റത്. ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങുന്നതിനിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ യുവതി വീഴുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ടിക്കറ്റ് എടുത്ത് യുവതി തീവണ്ടി സ്റ്റേഷനിലെത്തിയതറിഞ്ഞില്ല. തീവണ്ടി എടുത്ത ശേഷം ചാടിയിറങ്ങുന്നതിനിടയിലാണ് പ്ലാറ്റ്ഫോമിൽ തലയടിച്ചു വീണത്. അബോധാവസ്ഥയിലായ യുവതി ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു. യുവതിയുടെ അമ്മ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് വരുന്നതിനിടെയാണ് അപകടം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം ചാട്ടുകുളത്തിൽ അജ്ഞാതയായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. 70 വയസ്സോളം പ്രായം തോന്നിക്കുന്ന വയോധികയുടേതാണ് മൃതദേഹം. അഗ്നിരക്ഷാസേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നാട്ടുകാരാണ് ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസങ്ങളിലായി വയോധികയെ പരിസര പ്രദേശങ്ങളിൽ കണ്ടതായി നാട്ടുകാർ പറയുന്നു. തമിഴ്നാട് സ്വദേശിനി എന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറമ്പിക്കുളം ആളിയാർ കരാറിന്റെ കാര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാക്കുപാലിച്ചില്ലെന്ന് കർഷക മുന്നേറ്റം. മന്ത്രിയായതോടെ കെ കൃഷ്ണൻകുട്ടി കർഷകരെ പാടെ മറന്നെന്ന് കർഷക മുന്നേറ്റം മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഈ പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് പോയപ്പോൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ചില വാക്കുകൾ കേട്ടു. സത്യത്തിൽ അപ്പോഴാണ് അതൊക്കെ അറിയുന്നത്. ഏതോ ഒരു സ്ഥാപനത്തിനെതിരെ കർഷക മുന്നേറ്റം കേസിന് പോയില്ലേ, എന്നിട്ട് എന്തായി എന്നൊക്കെ. അപ്പോൾ നിങ്ങളോട് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്, കർഷക മുന്നേറ്റത്തിൻ്റെ സംസ്ഥാന സമിതിയുടെ അംഗീകാരമുള്ള ഒരു പ്രവർത്തകനും പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥാപനത്തിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ യാതൊരുവിധ പരാതികളുമായിട്ട് കോടതികളിലോ അധികാര സ്ഥാനങ്ങളിലോ ഇതുവരെ പോയിട്ടില്ല, പോകാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഒരു വ്യവസ്ഥിതിക്കെതിരെയാണ് കർഷക മുന്നേറ്റം പ്രവർത്തിക്കുന്നത്, അതിൽ വ്യക്തികൾക്കെതിരെയല്ല. ഞാനിപ്പോൾ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രഖ്യാപനങ്ങൾ പോലും നമ്മൾ എന്തല്ല, അതൊരു പരാതിയുമായിട്ട് നമ്മൾ, കാരണം അത് നെൽകർഷകരും ഭക്ഷ്യവിള കർഷകരും വാക്കുകൾക്കതീതമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കർഷക പരമ്പരയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണിന്ന്. പ്രതിസന്ധികൾ മറികടക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വർഗീസ് തൊടുപറമ്പിൽ ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. നെൽകർഷകർക്ക് യഥാസമയം സംഭരിച്ചതിനുള്ള തുക നൽകുക, വന്യജീവി ആക്രമണവും പ്രകൃതിക്ഷോഭവും മൂലം കൃഷിനാശമുണ്ടായാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുക, കാർഷിക സർവകലാശാലകളിലും മറ്റ് കാർഷിക പഠന കേന്ദ്രങ്ങളിലും കർഷകരുടെ മക്കൾക്ക് സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വച്ചു. കേരളപ്പിറവി ദിനത്തിൽ അനിശ്ചിതകാല സമരപ്രഖ്യാപനം നടത്തുമെന്നും വർഗീസ് തൊടുപറമ്പിൽ വ്യക്തമാക്കി. 10 സെന്റ് നികത്താൻ ചോദിക്കുമ്പോൾ അനുമതി കൊടുക്കാത്ത സർക്കാർ ഒടുവിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. ആ നിയമത്തിന് വേണ്ടി നിരന്തരമായി 2005 മുതൽ സമരം ചെയ്യുകയും നിരാഹാരം
അനുഷ്ഠിക്കുകയും അത് കേരളമല്ല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്ത സമരത്തിൽ ഞങ്ങൾക്കിനി പറയേണ്ടി വരും, ഇത്തരം നിയമങ്ങൾ ധനവാന്മാർക്ക് ലംഘിക്കാമെങ്കിൽ എന്തിനിത്തരം നിയമങ്ങൾ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ കർഷക മുന്നേറ്റം വീണ്ടും സമരമുഖത്തേക്ക് പോകുന്നത് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചല്ല. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് നവംബർ 1-ാം തീയതി സമരപ്രഖ്യാപനം നടക്കും. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാരിന് സമരരേഖ കൈമാറും. ഇതിനിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗൃഹസദസ്സുകളും കവലയോഗങ്ങളുമൊക്കെ ഞങ്ങൾ നിർബാധം തുടരും. അനിശ്ചിതകാല സമരം എന്ന് ആരംഭിക്കുമെന്നുള്ളത് കേരള പിറവി ദിനത്തിൽ കർഷക മുന്നേറ്റം പ്രഖ്യാപിക്കും. ഇത്തവണ പ്രധാന സമരവേദി പാലക്കാടായിരിക്കണം എന്ന് കർഷക മുന്നേറ്റം നിശ്ചയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ശശികുമാർ കളപ്പക്കാട്, വി ശിവരാമകൃഷ്ണൻ, വാസു കാഞ്ഞിക്കുളം, രേഖ വരമുദ്ര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് എലപ്പുള്ളി പാടിക്കോയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പാടിക്കോ സംരക്ഷണ സമിതി. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിന്റെ വക്കത്തെത്തിച്ചവരെ കണ്ടെത്തി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു നെല്ലു സംസ്കരണ വിപണന സഹകരണ സംഘമാണ്. അത് 21 കോടി രൂപയിലേറെ സർക്കാരിൽ നിന്നും ഗ്രാൻഡായും വായ്പയായും കേരള ബാങ്കിൽ നിന്ന് കിട്ടിയ ഒരു സംഘമാണ് പാഡിക്കോ. പാലക്കാടിൻ്റെ വലിയ കർഷകരുടെയും സാധാരണക്കാരുടെയും വലിയൊരു ആശാകേന്ദ്രമായിരുന്നു പാഡിക്കോ. പക്ഷേ ഇന്ന് അത് 6 മാസമായി പ്രവർത്തനം നിന്നിരിക്കുകയാണ്. 21 കോടി രൂപ നഷ്ടത്തിലാക്കിക്കൊണ്ട് ഒന്ന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിശ്ചലമായിരിക്കുകയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും 100ഓളം സാധാരണക്കാരെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. പാലക്കാട് കാർഷിക മേഖലയാണ്. കർഷകർക്കും വലിയൊരു ഒരു സംരക്ഷണ സംവിധാനമായിരുന്നു പാഡിക്കോ. അതിന് 21 കോടി രൂപയോളം നഷ്ടത്തിലായി ഇന്നത് സ്തംഭിച്ചിരിക്കുകയാണ്. എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാഡിക്കോയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് സംരക്ഷണ സമിതിയുടെ മുഖ്യ ആവശ്യം. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചവരെ കണ്ടെത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വ്യക്തികളിൽ നിന്നും 1,48,00,000 രൂപ ഓഹരി മൂലധനമായി സമാഹരിച്ചും സർക്കാർ വ്യക്തികളിൽ നിന്നും വ്യവസായ ഓഹരി മൂലധനമായി നൽകിയ 2 കോടി രൂപയും ചേർന്ന് 3,40,00,000 രൂപ ചെലവഴിച്ച് പ്രവർത്തനം ആരംഭിച്ച സംഘമാണ് പാഡിക്കോ. ഈ സംഘത്തിന് 4,90,00,000 രൂപ സർക്കാർ ഗ്രാന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ 2 കോടി രൂപ വായ്പയായും നൽകി. കേരള ബാങ്കിൽ നിന്ന് 6,35,34,000 രൂപ അറ്റ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ലിക്വിഡേഷൻ നടപടിയിലെ നിക്ഷേപവുമുണ്ടായിരുന്ന സംഘം ഇന്ന് 21,11,03,000 രൂപ വായ്പ എടുക്കുകയും 1.5 കോടി രൂപ പ്രവേശിച്ച് പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതിലും അതീവ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയുമാണ് ഈ സംഘത്തിൽ നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും പാഡിക്കോ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ വിളയോടി വേണുഗോപാലിന് പുറമെ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എലപ്പുള്ളി, ട്രഷറർ CB അശോകൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കഞ്ചേരി ചേപ്പിലക്കോട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. രാത്രിയിൽ വീടുകൾക്ക് സമീപം വരെ ആനകൾ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിയും നശിപ്പിക്കുകയാണ്. റബ്ബർ തോട്ടങ്ങളിലേക്ക് രാവിലെ ടാപ്പിങ്ങിനായി പോകാൻ പോലും തൊഴിലാളികൾക്ക് ഭയമാണ്. വഴിയിലും കൃഷിയിടങ്ങളിലും ആനപ്പിണ്ടം കാണാം. വീട്ടുപറമ്പുകളിലെയും കൃഷിയിടങ്ങളിലെയും വാഴ, റബ്ബർ മരങ്ങൾ, തെങ്ങ്, പന തുടങ്ങിയവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. മണ്ണ് കുത്തിമറിച്ചിട്ടും മരങ്ങൾ മറിച്ചിട്ടും കൃഷിയിടങ്ങൾ വലിയ രീതിയിൽ നശിച്ചു. കഴിഞ്ഞ ദിവസം കുടിമിച്ചിൽ സന്തോഷ്, ഭാസ്കരൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത്. പടക്കം പൊട്ടിച്ചു മാത്രം ആനകളെ ഓടിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളെ ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് കണ്ടില്ലേ,
ഈ മേഖല ആദ്യം ആന വന്നു തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ ചേപ്പലക്കൂട് മേഖലയിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ആൾക്കാർക്ക് റബ്ബർ വെട്ടാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് വന്നേക്കണത്. റബ്ബർ വെട്ടാൻ എനിക്ക് ഒരു 4 ആൾ ഇവിടെ വന്നതാണ്. ആ 4 ആളും തിരിച്ചു പോയി. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്ന് കാലത്ത് പറമ്പിൽ ആന നിൽക്കണ കണ്ടിട്ട് അയാൾ വെട്ടണില്ല എന്ന് പറഞ്ഞു പോയി. ചേപ്പലക്കോട് ഈ പ്രദേശം മുഴുവൻ ഭയങ്കര ഒരു ശല്യമായിട്ട് മാറിയേക്കാണ് വന്യമൃഗങ്ങളെ കൊണ്ട്. ആന, പിന്നെ മാന്, കുരങ്ങന്മാർ, മലയണ്ണാൻ, അങ്ങനെയല്ല നാനാവിധ ജന്തുക്കളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പാമ്പനാൽ ഭാസ്കറിൻ്റെ ബാബു എന്ന് പറഞ്ഞ ആളുടെ തെങ്ങ് മുഴുവൻ ഒരാഴ്ച മുമ്പ് വന്ന് നശിപ്പിച്ചിട്ട് പോയി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. 7.5 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം വാഹന പ്രചരണ ജാഥ പ്രയാണം തുടരുന്നു. ജാഥയ്ക്ക് പറളിയിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലമാണ് ജാഥ ക്യാപ്റ്റൻ. മുസ്ലിം ലീഗിന്റെ 7.5 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടത്തുന്ന മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്കാണ് പറളിയിൽ സ്വീകരണം ലഭിച്ചത്. ജാഥ ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, സലാം മാസ്റ്റർ, റിയാസ് നാലകത്ത്, ജാഥ കോർഡിനേറ്റർ കെ അസീസ്, ജില്ലാ സെക്രട്ടറി MS നാസർ, ഇക്ബാൽ പുതുനഗരം, നിസാമുദ്ദീൻ പൊന്നുംകോട്, സലാം തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫി അറയ്ക്കൽ, മുഹമ്മദ് ജാഫർ, ഇല്യാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയിട്ടും LDF അംഗങ്ങൾ പ്രതിഷേധിക്കാത്തതിന് പിന്നിൽ CPM കോൺഗ്രസ് ബാന്ധവമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പാലക്കാട് MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികൾ തടയുമെന്നും പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് സഭയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. VD സതീശൻ ഒരു വശത്ത് പറയുന്നു ശക്തമായ നടപടിയെടുക്കും, രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ രാഹുലിനോടൊപ്പം സഭയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ്. രാഹുലിനെ നിയമസഭയിൽ കാലുകുത്തിക്കില്ലെന്നായിരുന്നു CPM പ്രഖ്യാപനം. എന്നാൽ രാഹുൽ നിയമസഭയിലെത്തിയപ്പോൾ അവർ നിശബ്ദരായി. ഇതിനു പിന്നിൽ കോൺഗ്രസ് CPM ബാന്ധവമാണ്. രാഹുലിൻ്റെ കാര്യത്തിൽ BJP വ്യതിചലിച്ചിട്ടില്ല. MLA എന്ന നിലയിൽ പാലക്കാട്ട് രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. രാഹുൽ രാജിവെക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന തലത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ, പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് BJPയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാലക്കാടിന്റെ നിലപാടിനെ പറയാം, രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിൽ കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ടാറിംഗ് നടക്കുന്ന റോഡിൽ വൈദ്യുത പോസ്റ്റ് മാറ്റാതെ ടാറിംഗ് പ്രവൃത്തികൾ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. മണ്ണൂർ കിഴക്കുംപുറം പള്ളി തറ റോഡിലാണ് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. മണ്ണൂർ കിഴക്കുംപുറം പള്ളി തറ റോഡിലാണ് പ്രവൃത്തികൾ തുടരുന്നത്. ആദ്യം മുതൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡിലെ തടസ്സമാകുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതുവരെ പോസ്റ്റ് മാറ്റിയിട്ടില്ല. പോസ്റ്റ് മാറ്റിയ ശേഷം ടാറിംഗ് പണി തുടങ്ങിയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. PM സുബൈർ, NY നവാസ്, അതിലുപ്പ, മുസ്തഫ, ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കിഴക്കുംപുറം റോഡ് 4-ാം വാർഡും 5-ാം വാർഡും 6-ാം വാർഡും 7-ാം വാർഡും കൂടി ചേർന്ന് വരുന്ന റോഡാണ്. പള്ളിപ്പടി മുതൽ മങ്കര വരെയുള്ള റോഡ്. ഇതിന് സൂചനമായി കിടക്കുന്ന റോഡ് ഇവിടെ എവിടെയില്ല, ഈ പഞ്ചായത്തിൽ എവിടെയില്ല. അതുപോലെ തന്നെ ഇത്രയും പോസ്റ്റ് ഇവിടെ നിന്ന് ഒരു 7-8ഓളം പോസ്റ്റ് റോഡ് സൈഡിലാണ് കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കല്ലൂർ കൂട്ടപ്പുര 145 അംഗനവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കെയറും അംഗൻവാടികൾ മുഖേന ഇന്ന് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ പഞ്ചായത്തിലും മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി
ഈ ഭരണസമിതി പരമാവധി ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 3 സ്ഥലങ്ങളാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അംഗൻവാടി നിർമ്മിക്കുന്നതിനായിട്ട് ലഭിച്ചത്. വാർഡംഗം എം വി രമേശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ കലാകണ്ണൻ, എ എ നാസർ, പി എം അപ്പുക്കുട്ടൻ, വി സി പ്രഭാകരൻ, പി കെ ഉണ്ണികൃഷ്ണൻ, കെ കെ റഹ്മാൻ, പി പി ചെന്താമരാക്ഷൻ, മായൻ, സി ആർ അഖിത രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ പ്രേമ സ്വാഗതവും എ ഇ കെ യു റൈഹാന നന്ദിയും പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22 ലക്ഷം രൂപ ചിലവിലാണ് ആധുനിക രീതിയിലുള്ള അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമേരിക്കയുടെ തീരുവ യുദ്ധം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയോടെ വിത്തിടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് US തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ ചെമ്മീനിന് വിലയിടിഞ്ഞ അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. വിദേശ വിപണി ലക്ഷ്യമാക്കി നടത്തുന്ന ചെമ്മീൻ കൃഷിക്ക് അമേരിക്കൻ നിലപാട് സൃഷ്ടിച്ചിട്ടുള്ള പ്രതിസന്ധി ചെറുതല്ല. വൈറ്റ് സ്പോട്ട് ഉൾപ്പെടെയുള്ള വൈറസ് ബാധകളിൽ നിന്ന് ചെമ്മീൻ കൃഷി രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് വിപണിയെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ തീരുവ പ്രശ്നം ഉടലെടുത്തത്. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ചെമ്മീൻ കർഷകൻ ദിലീപ് പറഞ്ഞു. നിലവിലുള്ള ചെമ്മീൻ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആഗോള വിപണിയിൽ നേരിട്ടിരിക്കുന്ന മാന്ദ്യങ്ങളാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കാരണം കർഷകരിപ്പോൾ പണ്ടത്തെ മാതിരി മെയിനായിട്ടുള്ള വൈറ്റ് സ്പോട്ട് അങ്ങനെയുള്ള ബാക്ടീരിയകളൊക്കെ വളരെ പൊതുവെ കുറവാണ്. എല്ലാവരും നല്ല രീതിയിൽ മെഡിസിൻസും അല്ലെങ്കിൽ ഫീഡും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൃഷി ചെയ്ത സാധനങ്ങൾ മെറ്റീരിയൽസ് എടുക്കാനും എടുത്ത് അത് എക്സ്പോർട്ട് ചെയ്യണ നമുക്ക് പോകാനുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ബുദ്ധിമുട്ടുന്നതിനനുസരിച്ചുള്ള ഇപ്പോൾ ഫീഡിനായാലും ശരി അല്ല മെഡിസിനായാലും ശരി എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്, വില കിട്ടുന്നില്ല. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇപ്പോൾ US പോലെയുള്ള രാജ്യങ്ങൾ നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നില്ല, ചെമ്മീൻ എടുക്കുന്നില്ല. വനാമി ചെമ്മീൻ ഇത് സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നത് വനാമി ചെമ്മീൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ വനാമി കൃഷി ചെയ്യുന്നത്. നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു 50% കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതാണ് കർഷകരുടെ ഏറ്റവും ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെമ്മീൻ്റെ വില ഏകദേശം പകുതിയോളം കുറഞ്ഞ അവസ്ഥയാണുള്ളത്. എന്നാൽ തീറ്റ ഉൾപ്പെടെയുള്ള ചിലവുകളിൽ വർധനവുണ്ടാവുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിയിൽ വർധനവുണ്ടാകുന്നെങ്കിൽ കൂടി ചെറുകിട ചെമ്മീൻ കർഷകർക്ക് അതിൻ്റെ ഗുണഫലം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം, രോഗബാധ, പ്രാദേശിക വിഷയങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ നേരിട്ടാണ് കർഷകർ ചെമ്മീൻ കൃഷി നടത്തിവരുന്നത്. താരതമ്യേന ലാഭകരമാണെങ്കിൽ കൂടി വിപണിയിലുണ്ടാകുന്ന പ്രതിസന്ധി മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഏറെ ശ്രദ്ധ നേടിയ ഐസക് ജോർജിൻ്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ അനേകം സർജറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ നിർമ്മിതിയിൽ ഒരു കോതകുറിശിക്കാരൻ്റെ പങ്ക് വലുതാണ്. കോതകുറിശി ചേറമ്പറ്റക്കാവ് കള്ളിവളപ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള KV സജീഷിൻ്റെ നേതൃത്വത്തിലാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിൻ്റെ ഹൃദയം മറ്റൊരു യുവാവിൽ മിടിപ്പുണർത്തിയതിൽ ഡോക്ടർമാർ ഉപയോഗിച്ച ഉപകരണങ്ങൾ സജീഷ് രൂപകൽപ്പന ചെയ്തതാണ്. ലോകപ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ഇതുൾപ്പെടെ ഏറെ സങ്കീർണതയുള്ള ശസ്ത്രക്രിയകൾക്കായുള്ള പ്രത്യേക ഉപകരണങ്ങൾ നിർമ്മിച്ച് ലോകശ്രദ്ധ നേടിയ ഒരു സംരംഭകനാണ് KV സജീഷ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനുൾപ്പെടെ നിരവധി ശസ്ത്രക്രിയാ വിദഗ്ധന്മാർക്ക് വേണ്ടി സജീഷ് പ്രത്യേകം ഉപകരണങ്ങൾ തയ്യാറാക്കി വരുന്നുണ്ട്. വിദേശ മാർക്കറ്റുകളിൽ മാത്രം ലഭ്യമാകുന്ന പല ഉപകരണങ്ങളും അനായാസമാണ് സജീഷ് തൻ്റെ പണിശാലയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ് സജീഷിൻ്റെ രീതി. വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ സജീഷിൻ്റെ ഉപകരണങ്ങൾക്ക് ഇടമുണ്ട്. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് പുറമെ മസ്തിഷ്ക ശസ്ത്രക്രിയ ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങളും സജീഷ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. 16-ാം വയസ്സിൽ ജോലി തേടി നാടുവിട്ട് ബാംഗ്ലൂരിൽ എത്തപ്പെട്ട വെറും 10ാം ക്ലാസ് യോഗ്യതയുള്ള സജീഷ് ഒടുവിലെത്തിയത് സർജിക്കൽ ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന ഒരു പണിശാലയിലായിരുന്നു. അവിടെ തയ്യാറാക്കിയെടുക്കുന്ന ഉപകരണങ്ങൾ തുടച്ച് വൃത്തിയാക്കുന്ന പണിയിൽ നിന്നും തുടങ്ങിവെച്ചതാണ് സംരംഭകത്വ മോഹം. അവിടെ വെച്ചാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്ന ഹൃദ്രോഗ വിദഗ്ധൻ്റെ ആവശ്യപ്രകാരം ഉപകരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്.
അതിപ്പോഴും തുടർന്നു പോരുന്നു. സജീഷിനെ മികച്ച സംരംഭകനായി സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഉൾപ്പെടെ പരാമർശിക്കുകയുണ്ടായി. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന സർജറി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ ഇന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, അദ്ദേഹത്തിന് കൈപിടിച്ചാണ് ഞാൻ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്, ഈ ഹൃദയ ശസ്ത്രക്രിയ മാത്രം ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് ഞാൻ എത്തിയത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും അതല്ലാതെയും വരുന്ന ഹൃദയത്തിന് ആവശ്യമായ സർജറികൾ വേണ്ടി വരുമ്പോൾ അതിനെല്ലാം ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10 വർഷം മുമ്പ് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത എന്നെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇനിയും ഒരുപാട് ഹൃദയതാളങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് ക്രമപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് സർവേശ്വരൻ ദീർഘായുസ് കൊടുത്ത് ആരോഗ്യത്തോടെ ഇരുത്തട്ടെ എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂർ മൂലോട് മസ്ജിദുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. മൂലോട് മസ്ജിദുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹല്ലെ എല്ലാ കുടുംബാംഗങ്ങളെയും സംഘടിപ്പിച്ച് മഹല്ല് സംഗമം സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളായ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളി കേന്ദ്രീകരിച്ച ഒരു മഹല്ല് സംവിധാനം അത് മുന്നോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളതിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു മഹല്ല് പ്രസിഡന്റിന്റെയോ ഒരു മഹല്ല് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ കേവലം കമ്മിറ്റി അംഗങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ളതും, മറിച്ച് എല്ലാവരുടെയും, ഒരു മഹല്ലിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം. മഹല്ല് പ്രസിഡന്റ് എസ് യൂസഫ് അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹി AP നാസർ മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി അബ്ബാസ്, അനസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ തൃശൂർ മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്ര അഗ്രശാലയുടെ ശിലാസ്ഥാപന കർമ്മം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി അനീഷ് കൈലാസത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മങ്കര JCIയുടെ നേതൃത്വത്തിൽ നടത്തിയ വാരാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സാമൂഹിക സേവനം, നൈപുണ്യ വികസനം, ആരോഗ്യ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വാരാഘോഷം സംഘടിപ്പിച്ചത്. നാഷണൽ ലെവലില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 2 ജില്ലകളിലായിട്ട് 60ഓളം എല്ലോളുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട JCIയുടെ 3rd ഡേയില് JCI വീക്കില് JCI ഇന്ത്യയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറിയ നമ്മുടെ കോളേജ് ട്രിക്ക് അക്കാദമിക്ക് അത് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു. സോൺ പ്രസിഡന്റ് സപ്പോർട്ട്, അതേപോലെ സോൺ വൈസ് പ്രസിഡന്റ് ഫുൾ ടൈം സപ്പോർട്ട്, അതുപോലെ JCIക്ക് എന്റെ സപ്പോർട്ട്, കോർഡിനേറ്റർ സപ്പോർട്ട് JC റഫീഖ് ബ്രോ, അഭിജിത്തിന്റെ. ഇന്ത്യയിലുടനീളം JCIയുടെ ആയിരക്കണക്കിന് ചാപ്റ്ററുകളിൽ ഇത്തരം പരിപാടികൾ സെപ്റ്റംബർ 9 മുതൽ 15 വരെ നടന്നുവരുന്നുണ്ട്. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവാർന്ന സംഭാവനകൾ നൽകിയ വ്യക്തികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ പ്രോഗ്രാമുകളിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ് അപകടത്തിൽപ്പെട്ട സ്ത്രീയെ രക്ഷിച്ച റെയിൽവേ ജീവനക്കാരൻ തേനൂർ സ്വദേശി രാഘവനുണ്ണിയെ ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ അവാർഡ് നൽകി ആദരിച്ചു. ജൈവകൃഷി മേഖലയിൽ മികവാർന്ന സംഭാവനകൾ നൽകിയ കർഷകരുടെ ശബ്ദമായ ചന്ദ്രൻ മങ്കരയ്ക്കാണ് 2025 ടോബിപ്പ് അവാർഡ്. JCI മേഖല 28 സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. മങ്കര NNN അക്കാദമി പ്രസിഡന്റ് M ജസീല അധ്യക്ഷത വഹിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ്, സോൺ ഡയറക്ടർ അഭിജിത്ത് രാഗേഷ്, വീക്ക് കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ്, അക്കാദമിക് ചെയർമാൻ പ്രവീൺ S മാധവൻ എന്നിവർ സംസാരിച്ചു. പ്രതിഭ S സ്വാഗതവും ജയപ്രഭ M നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി നെടുമ്പുര മക്ക ആണ്ട് നേർച്ച അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് അന്നദാന വിതരണവും ഉണ്ടായിരുന്നു. اللهم أوصل وبلغ مثل ثواب ما قرأناه من قراءتك العظيم وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة. രാവിലെ സ്വലാത്ത്, മൗലിദ്, കൂട്ടപ്രാർത്ഥന എന്നിവ നടന്നു.
ദുആ സംഗമത്തിന് ഷാഹുൽ ഹമീദ് നിസാമി, അഹമ്മദുൽ കബീർ അഷറഫി എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾക്കുള്ള അന്നദാന വിതരണവും നടന്നു. സംഘാടകരായ PS സിറാജുദ്ദീൻ, PH ബഷീർ, സദക്കത്തുള്ള, AH ഹംസ, PS ഷൗക്കത്ത് അലി, ഷാഫി, ഉനൈസ്, അബ്ദുൽ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗ്രാമവീഥികളെ അമ്പാടിയാക്കി അമ്പലപ്പാറയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഘോഷയാത്രകൾ അമ്പലപ്പാറ അറവക്കാട് ശിവക്ഷേത്രത്തിൽ സംഗമിച്ചു. മതി 3 പ്രാവശ്യമായി പോ. മങ്കര അതിർക്കാട് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വർണ്ണാഭമായി. നയനമനോഹര കാഴ്ചകൾ നൽകി മണ്ണൂർ നഗരിപ്പുറം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്രയും. അതിർക്കാട് പതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ബാലഗോകുലം ശോഭായാത്ര പേരൂർ കഴപ്പയിൽ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. പൂത്താലമേന്തിയ ബാലികാ ബാലന്മാരും ശ്രീകൃഷ്ണ രാധ കുചേല വേഷധാരികളും ഭക്തരും ശോഭയാത്രയിൽ അണിനിരന്നു. സൈജു, രമേശ്, KT ഉണ്ണികൃഷ്ണൻ, രൂപേഷ് കുമാർ, KG പ്രമോദ്, വിഘ്നേഷ്, PK ലക്ഷ്മണൻ, വിനോദ് കുമാർ, ഷീല, സുധീഷ്, ബിജോയ്, PC പ്രമോദ്, രാമചന്ദ്രൻ, സൗമ്യ, ജയൻ എന്നിവർ നേതൃത്വം നൽകി. നഗരിപ്പുറം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരിപ്പുറം വായനശാലയിൽ നിന്നും ശോഭയാത്ര ആരംഭിച്ചു. പത്തിരിപ്പാല ടൗൺ ചുറ്റി നഗരിപ്പുറം വിഷ്ണു ക്ഷേത്രത്തിൽ ഉറിയടിയോടെ സമാപിച്ചു. നൂറുകണക്കിന് ബാലികാ ബാലന്മാരും ഭക്തരും പങ്കെടുത്തു. വൈകിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാ അന്നദാനവുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. ഏഷ്യാകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തിരിക്കുന്നു. പാകിസ്ഥാൻ പഴയ ക്രിക്കറ്റ് പ്രതാപം നഷ്ടപ്പെട്ട് ഒരു സാധാരണ ടീം മാത്രമായി മാറിയിട്ടുണ്ടെന്ന് മത്സരം വീക്ഷിച്ച പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പാകിസ്ഥാന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമുകളുടെ നിലവാരം പോലും ഇല്ലെന്ന നിരീക്ഷണം എത്രമാത്രം ശരിയാണ്? മാറ്റുലിയിലേക്ക്. ഏതെങ്കിലും ഒരു മത്സരമോ അല്ലെങ്കിൽ ഒരു ടൂർണമെന്റോ പരാജയപ്പെട്ടതിന്റെ പേരിൽ മാത്രം ആ ടീമിന്റെ നിലവാരം കുറഞ്ഞു അല്ലെങ്കിൽ പ്രതാപം മങ്ങി എന്നൊന്നും നമുക്ക് അങ്ങനെ തള്ളി പറയാൻ കഴിയില്ല. പാകിസ്ഥാൻ മുൻകാലങ്ങൾ മുതൽ തന്നെ നല്ലൊരു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി അവരെ എഴുതി തള്ളാനായിട്ടില്ല. പക്ഷെ സ്വാഭാവികമായും അവരുടെ കളിയുടെ ഒരു പ്രകടനം ഒരു പരിധി വരെ പിന്നാക്കം പോയിട്ടുണ്ട്. മറിച്ച് മറ്റുള്ള നിരീക്ഷണങ്ങളോട് ബംഗ്ലാദേശിനോടൊപ്പം ഉപയോഗിക്കാവുന്ന ഒരു നിരീക്ഷണത്തോടൊന്നും യോജിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച്
കണ്ട പലർക്കും ഈ രീതിയിലുള്ളൊരു അഭിപ്രായം വന്നതായി അറിഞ്ഞു. പക്ഷേ ആ രീതിയിലേക്കുള്ളൊരു താഴ്ചയൊന്നും പാകിസ്ഥാൻ ആയിട്ടില്ല. ഏത് ടീമും അതിലും വളരെ മികച്ചൊരു ടീമിനോട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം മാത്രമേ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യുവനിര വന്നതോട് കൂടിയിട്ട് ഏത് ടീം വന്നു കഴിഞ്ഞാലും എത്ര ശക്തരായി കഴിഞ്ഞാലും അവരടിക്കുന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കാം നല്ല ബുംറയെ പോലെയുള്ള അതല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ പോലെയുള്ള ബോളേഴ്സ് വന്ന് അവരെ തരിപ്പണാക്കുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു രീതിയിലേക്ക് താണിട്ടില്ല. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ആ ടീമിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്രവാദികളെ പോലെ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്ത പോലീസ് കൊടിസുനിക്ക് മദ്യം കൊടുക്കുന്ന പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP. സർക്കാർ ചെലവിൽ കേരള പോലീസ് എടുക്കുന്നത് പാർട്ടി ഗുണ്ടാപ്പണി. SFI KSU സംഘർഷത്തിൽ KSU പ്രവർത്തകന്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും ഷാഫി പറമ്പിൽ. സംസ്ഥാന പോലീസ് സേനയിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട് BJP. തൃശൂർ ACP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. P. ശശിയാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. ഷൊർണൂരിൽ BJPയുടെ DYSP ഓഫീസ് മാർച്ച്. റീൽസ് വീഡിയോ ചിത്രീകരണം. ചാവക്കാട് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. പരിക്കേറ്റത് മണത്തല സ്വദേശി സൽമാൻ ഫാരിസിന്. ഫാരിസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി ചേപ്പിലക്കാട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. രാത്രി വീടുകൾക്കു സമീപം വരെ ആനകളെത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായും പരാതി. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി CI ഷാജഹാനെ സ്ഥലം മാറ്റി. നടപടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കയുടെ തീരുവ നയം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയുടെ വിത്തിടുന്നു. ചെമ്മീൻ കയറ്റുമതിക്ക് US തീരുവ വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ ചെമ്മീനിന് വിലയിടിഞ്ഞു. ചെമ്മീൻ വില പകുതിയോളം കുറഞ്ഞതായി കർഷകർ. കേരള പിറവി ദിനത്തിൽ സമര പ്രഖ്യാപനത്തിനൊരുങ്ങി കർഷക മുന്നേറ്റം. പറമ്പിക്കുളം ആളിയാർ കരാറിന്റെ കാര്യത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി വാക്കുപാലിച്ചില്ല. മന്ത്രിയായതോടെ K. കൃഷ്ണൻകുട്ടി കർഷകരെ വിസ്മരിച്ചെന്ന് കർഷക മുന്നേറ്റം മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ. എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാടിക്കോയിൽ കോടികളുടെ ക്രമക്കേടെന്ന് ആരോപണം. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിന്റെ വക്കത്തെത്തിച്ചവരെ കണ്ടെത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് പാടിക്കോസ് സംരക്ഷണ സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.